നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ലോട്ടറി ഭാഗ്യ നമ്പറാണ്. ലോട്ടറി ഭാഗ്യ നമ്പർ. ലോട്ടറിയിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. 2026 മാർച്ച് 15 മുതൽ 21 വരെയുള്ള ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് 2026 മാർച്ച് 15 തീയതി മുതൽ 21 തീയതി വരെയുള്ള ഒരാഴ്ചയിലെ ലോട്ടറി ഭാഗ്യ നമ്പർ. അപ്പൊ ഈ ലോട്ടറിയിൽ താല്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി. ഇത് അല്ലാത്തവരിത് കാണണമെന്നില്ല. കാരണം ലോട്ടറി എടുക്കുന്നവർ ഒത്തിരി ആൾക്കാരുണ്ട്. പലരും ഒരു ഉദ്ദേശം വെച്ചാണ് ഓരോരുത്തർ എടുക്കുന്നത്. ചിലവർക്ക് അവരുടെ ഇപ്പോഴത്തെ ജാതക സ്ഥിതി അനുസരിച്ച് നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി കിട്ടും. എന്നാൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ചിലർക്ക് ലോട്ടറി കിട്ടുകയും ചെയ്യും. സ്വാധീനത്താൽ തന്നെ. അപ്പൊ നമുക്ക് ജാതകത്തിൽ തന്നെ നല്ല സമയം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപഹാര സമയം നല്ലതാണെങ്കിൽ ലോട്ടറി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ ഇത് കൂടുതൽ ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ സംസാരിച്ച് ഞാൻ കളയുന്നില്ല. ലോട്ടറിയുടെ നമ്പർ അറിയാനാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലോട്ടറിയിൽ താല്പര്യമുള്ളവര് കണ്ടാൽ മതി. അല്ലാത്തവര് ഇത് കാണണമെന്ന് നിർബന്ധമില്ല. കാരണം അങ്ങനെ കണ്ടിട്ട് വെറുതെ നെഗറ്റീവ് കമന്റ് എഴുതി വെറുതെ നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഇതിനോട് താല്പര്യമുള്ളവർ അത് കാണുകയും ചെയ്യും, അവരതിന് ഇത് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് കാണുകയും വേണം, എന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടുകയും വേണമെന്നുള്ള അങ്ങനെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവര് എന്ത് ചെയ്യാനാണ്? അതിങ്ങനെ അവരെ ഒരു അസുഖമാണ്. ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വീഡിയോയിൽ ഉടനെ ഒരു നെഗറ്റീവ് കമന്റ് ഇടാതെ. അത് അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഇടട്ടെ, അവരെ ആശ്വാസം കൊള്ളട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ നമ്പറിലേക്ക് പെട്ടെന്ന് കിടക്കുകയാണ്. കൂടുതൽ കാര്യം പറഞ്ഞ് ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ ലോട്ടറി ഭാഗത്തിന് പ്രധാനമായും ഭാഗ്യഭാവം വേണം. അപ്പൊ ഗ്രഹങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾക്കും ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ അനുസരിച്ചാണ് ഞാൻ ഇവിടെ കണക്കൂട്ടല് നടത്തിയിട്ടാണ് ഈ നമ്പർ ഇടുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു വരുമ്പോൾ വീഡിയോ വലുതായി പോകും. അപ്പൊ വീഡിയോ അധികം വലുതാകണമെന്നുള്ള ഇതുണ്ട് മൊത്തത്തില്. അങ്ങനെ വീഡിയോ അധികം നീട്ടി വലിച്ച് പറയണ്ട, നമ്പർ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ആദ്യം തന്നെ ഞാൻ നമ്പർ പറയാം. അതായത് ഈ ആഴ്ചയിൽ, ഞാൻ ഈ പറഞ്ഞ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന നമ്പറാണ് ഞാൻ പറയാവുന്നത്. ദൈവാധീനത്താൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. എന്റെ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നവര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ആ സബ്സ്ക്രൈബും ലൈക്കും തന്ന് ഈ ചാനലിനെ സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഇവിടെ ഞാൻ ഈ സമയം പറയുകയാണ്. അപ്പൊ ഞാൻ ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന നമ്പർ, അത് ചില ഗ്രഹങ്ങളുടെ കണക്കൂട്ടലനുസരിച്ചുള്ള ഇതാണ് പറയുന്നത്. ഇപ്പൊ വേഴം ധനത്തിന്റെ ആളാണ്, ശുക്രൻ ഐശ്വര്യത്തിന്റെ ആളാണ്. ഇവരൊക്കെ ഈ ആഴ്ചയിൽ ഓരോ സ്ഥാനങ്ങളിൽ നിൽക്കണേന്. ആ നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഓരോ കാര്യം പറയുന്നത്. അത് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ച് സമയം കളയുന്നില്ല. അപ്പൊ നമ്പർ ആദ്യം ഞാൻ 4 അക്ക നമ്പറാണ് പറയുന്നത്. 4 അക്ക നമ്പറാണ് ആദ്യം പറയുന്നത്. എല്ലാവരും 4 അക്ക നമ്പർ ഇടണം, 4 അക്ക നമ്പർ ഇടണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ 4 അക്ക നമ്പർ ആദ്യം പറയുന്നത്. നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. 6813 6613 3618 3618 6435 6435 1368 1368 1536
15:36, 24:10, 24:10, 12:34, 12:34, 55:66, 55:66, 11:45. ഇത് അവസാനത്തെ 4 അക്കൗണ്ടാ പറയണത്. ഇനി അതിനു മുമ്പത്തെ 2 അക്കം നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാം. കാരണം 6 അക്കം എനിക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അതിനടിച്ചിരിക്കണ്ടേ. അപ്പോ അതിനങ്ങനെ അടിക്കാനുള്ള മാന്ത്രിക പണിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചുള്ള ആ നമ്പറാണ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് ആ അവസാനത്തെ 4 അക്കങ്ങളുടെ നമ്പറാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഇനി ചില ആൾക്കാർ ഇപ്പൊ 4 അക്ക നമ്പർ ഇടണം, 4 അക്ക നമ്പർ ഇടണമെന്ന് പറഞ്ഞതിന് ശേഷം ചിലവരുണ്ട് 3 അക്ക നമ്പർ ഇടണമെന്ന് പറയും. അങ്ങനെയുണ്ട്. കഴിഞ്ഞ കമന്റിൽ എഴുതിയിട്ടുണ്ട് ആൾക്കാർ 3 അക്ക നമ്പറും വേണം ചേട്ടാ, അല്ലെങ്കിൽ സ്വാമി എന്നൊക്കെ പറഞ്ഞ് 3 അക്ക നമ്പറും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ 3 അക്ക നമ്പറും ഞാൻ വീണ്ടും ഇവിടെ ഇതിന്റെ അകത്ത് പറയുന്നു. അപ്പൊ 695, 695, 369, 369, 359, 359, 463, 463, 648, 648, 153, 153. ഇത് 3 അക്ക നമ്പറാണ്. ഇനി വേറെ നമ്പർ ഇടുന്നില്ല. വേറെ 2 അക്ക നമ്പർ ഇട്ടാല് അത് ആൾക്കാർക്ക് 4 അക്ക നമ്പർ, അവസാനത്തെ 4 അക്ക നമ്പറിനാണല്ല കൂടുതലും ഇതടിക്കണത്, ഭാഗ്യം അടിക്കണത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് അറിയാം. പിന്നെ 3 അക്ക നമ്പർ ഇടുന്നതെന്ന് വെച്ചാൽ അവസാനത്തെ 3 അക്ക നമ്പർ തിരഞ്ഞെടുക്കാം, ബാക്കി മുമ്പത്തെ നമ്പർ ബാക്കിയുള്ള 3 എണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ 4 അക്കത്തില് മുന്നിലുള്ള 2 അക്ക നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ 4 അക്കത്തില് അടിച്ചാല് നിങ്ങൾക്ക് അതനുസരിച്ചുള്ള സമ്മാനവും കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ ആദ്യം തന്നെ ഇപ്പൊ ഈ നമ്പർ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഗ്രഹങ്ങളുടെ നമ്പർ പ്രകാരം ഉള്ള കണക്കുകൂട്ടലുകളും ചേർച്ചകളുമാണ് ഞാൻ നോക്കിയിട്ട് ഈ നമ്പർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗ്രഹങ്ങളുടെ ഒരു സ്ഥാനം അനുസരിച്ചുള്ള നമ്പർ, ആ നമ്പറുകളുടെ ഒരു ചേർച്ചകൾ തമ്മിലുള്ള കണക്കുകൂട്ടല്, അതാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കണ്ട് ആരും നെഗറ്റീവ് കമന്റ് ഇടണ്ട. ഇത് കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കണ്ട് നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി വരണ്ട. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്തവർ ഇത് കാണുകയും വേണ്ട. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ലോട്ടറി ആയിട്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇത് കാണുക. അവർക്ക് ഈ നമ്പറിൽ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഈ നമ്പർ പ്രകാരം ലോട്ടറി എടുക്കുക. അല്ലാതെ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ ലോട്ടറി എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ഇതനുസരിച്ച് അഭിപ്രായം അനുസരിച്ചും മനസ്സറിഞ്ഞും ഈ ലോട്ടറി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ലോട്ടറി എടുക്കുമ്പോൾ ലോട്ടറി ഒരു വേണോ വേണ്ടെന്നും പറഞ്ഞ് ലോട്ടറി എടുക്കരുത്. ഈ ലോട്ടറി എടുത്താൽ എനിക്ക് അടിക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി എടുക്കണം. അതായത് ഈ ലോട്ടറി എടുക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകണം. അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഇതെടുക്കണം. ഇതെടുത്താൽ എനിക്ക് ലോട്ടറി അടിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങളിപ്പോ ഇതെടുക്കുക, നമ്പർ എടുക്കുക. ദൈവാധീനത്താൽ നിങ്ങളുടെ ജാതകത്തിലും അല്ലെങ്കിൽ ജാതകത്തിലെ ദശാസമയമോ അപഹാര സമയമോ ഒക്കെ, ഇനി ദശാസമയം മോശമാണെങ്കിൽ അപഹാര സമയം നല്ലതാണെങ്കിലും ഈ നമ്പറൊക്കെ പോകാവുന്നതാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അധികം നീട്ടുന്നില്ല. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.